സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവികേനെയും നന്ദനെയും കുടുംബത്തെ ഒന്നാകെ ചതിച്ച ഇസബല്ലയ്ക്കും കെവിനും നല്ല മുട്ടൻ പണി തന്നെ ദേവിക കൊടുക്കുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും ശാരികയും ദേവികയും കൂടി ആദ്യം തന്നെ കെവിനെ ട്രാപ്പിലാക്കി. വിവാഹത്തിന് എല്ലാവരും സമ്മതിച്ചു എന്ന് തന്നെയാണ് കെവിൻ്റെ വിശ്വാസം. ഇതൊരു ചതിയാന്നുള്ള ഒരു തോന്നൽ പോലും കെവിനില്ല. അങ്ങനെ കെവിൻ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ പോയി കഴിഞ്ഞതും മുരളീനെ വിളിച്ചിട്ട് ദേവിക പറയുന്നുണ്ട്, മുരളിയേട്ട ഇന്ന് മുരളിയേട്ടൻ വരണ്ട, എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണമെന്ന് പറയുമ്പം എവിടെയാണ് ദേവിക, എന്തെങ്കിലും അപകടത്തിലേക്കാണെന്ന് ചോദിക്കുമ്പം ഈ ദേവിക പറയുന്നുണ്ട്, അല്ല മുരളിയേട്ട എനിക്കൊന്ന് ഇസബല്ലയെ കാണണം. അന്നേരം മുരളി പറയുന്നുണ്ട്, ഇസബല്ലയെ ഒറ്റയ്ക്ക് പോയി കാണണ്ട, ഞാനും കൂടെ വരാം, അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലോ എന്നുള്ള പേടി കൊണ്ടാണ് മുരളി ഇങ്ങനെ പറയണം. അപ്പോൾ ദേവിക പറയുന്നുണ്ട്, ഇല്ല മുരളിയേട്ടാ എനിക്കൊന്നും സംഭവിക്കില്ല, ഞാൻ പോയിട്ട് വരാം, എന്തായാലും ഇസബല്ല എന്നെ അപായപ്പെടുത്താനൊന്നും നോക്കൂല എന്നുള്ള ആ ഒരു ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മളുടെ പ്രകാശ് മേനോൻ അങ്ങോട്ട് വരുന്നത്. പ്രകാശിനെ കണ്ടതും മുരളിയാണെങ്കിൽ പ്രകാശ് വന്നു എന്ന് പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും ദേവികയാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ പ്രകാശ് മേനോനാണെങ്കിൽ ഭാർഗവിയോടും മുരളിയോടൊക്കെ സംസാരിക്കാൻ വരുമ്പം മുരളി അതൊന്നും കേൾക്കാൻ കൂട്ടാക്കണില്ല. എന്നിട്ട് വീണ്ടും വീണ്ടും പറയുന്ന സമയത്ത് ഭാർഗവി പറയുന്നുണ്ട്, എന്തായാലും അവൻ എന്താ പറയണേന്ന് കേൾക്കും മോനേന്ന്. അങ്ങനെ മുരളി എന്താണെങ്കിലും ഒഴിഞ്ഞോ എന്ന് പറയുന്ന സമയത്ത് പ്രകാശ് മേനോൻ പറയുന്നുണ്ട്, ഇപ്പം നന്ദനെ കാണാതായി, അതുപോലെ തന്നെ ദേവികയും അവർ എന്നെ തട്ടിക്കൊണ്ടു പോയാലോ, അതുകൊണ്ട് ദേവികയുടെ കാര്യത്തിൽ മുരളിക്ക് എപ്പോഴും ഒരു ശ്രദ്ധ വേണമെന്ന് പറയണം. അത് കേട്ടതും മുരളിക്കാണെങ്കിൽ ആകെ ഇങ്ങനെ സംശയമാവുന്നുണ്ട്, ഇനി ദേവികയെ ഇസബല്ലയുടെ ആളുകൾ ആരെങ്കിലും കടത്തിക്കൊണ്ട് പോകുമോ എന്നുള്ള കാരണം നന്ദനെക്കുറിച്ച് ഇതുവരെ ഒരു അറിവില്ലല്ലോ. അന്നേരം ഈ മുരളി ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ നിനക്കറിയാം, നിനക്ക് നന്ദനെ തട്ടിക്കൊണ്ടുപോയവരെ അറിയാവോ എന്ന് ചോദിക്കുമ്പം ഇല്ല മുരളി എന്തൊക്കെയായി പറയണേ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് ഞാൻ പറഞ്ഞതാ, നന്ദനെ കാണാതായിട്ട് ഇതുവരെയും ഒരു വിവരവും നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ, അതുപോലെ ഇനി അവർ ദേവികയും ലക്ഷ്യം വെച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ മുരളിയോട് പറഞ്ഞത്, എനിക്ക് ചന്ദ്രോത്തുള്ളവരോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്, അത് കാരണം പറഞ്ഞതാ, എന്തായാലും മുരളി ദേവികയുടെ കാര്യത്തിൽ നല്ലോണം ശ്രദ്ധിക്കണം എന്ന് പറയുമ്പം മുരളിക്ക് ആകെ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഇവൻ പറയുന്നതിൽ ഇനി എന്തെങ്കിലും സത്യമുണ്ടോ, ഇനിയിപ്പോൾ നന്ദനെ തട്ടിക്കൊണ്ടു ഇതാരാന്ന് ഇവനൊക്കെ അറിയായിരിക്കുമോ, അല്ലെങ്കിൽ പിന്നെ ഇവൻ എങ്ങനെയാണ് അവരിനി ദേവികയും തട്ടിക്കൊണ്ടു പോകുമെന്ന് അറിയണേ, ഇതെല്ലാം ഇവൻ്റെ നാടകമാണെങ്കിലോ, എന്തായാലും ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല, ഇവനെ ഒന്ന് വാച്ച് ചെയ്യണം, എത്രയും പെട്ടെന്ന് സത്യങ്ങൾ കണ്ടെത്തണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ആ സമയത്ത് ഭാർഗവി ആണെങ്കിൽ പ്രകാശിനോട് ചോദിക്കുന്നുണ്ട്, മോനെ നിനക്ക് ആരാ ഈ വിവരം തന്നെ, നന്ദനെ എവിടെയാണെന്ന് നിനക്ക് അറിയുമെന്ന് ചോദിക്കുമ്പം അതെങ്ങനെയാണ് ആൻറ്റി ഞാൻ അറിയണേ, അങ്ങനെ എനിക്ക് അറിയാമായിരുന്നെങ്കിൽ ഞാൻ നന്ദനെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടു നിർത്തില്ലായിരുന്നോ, എനിക്കറിയില്ല, ഞാനും നന്ദനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട്, അപ്പോൾ ദേവികയും ആപത്തിലാണെന്നാണോ പറയണേന്ന് ചോദിക്കുമ്പം പിന്നല്ലാതെ നന്ദനെ തട്ടിക്കൊണ്ടുപോയവർ എന്തായാലും ദേവികയും തട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്, കാര്യങ്ങളുടെ ഒരു കെടുപ്പ് വെച്ച് ഞാൻ പറഞ്ഞതാന്ന് പറയുമ്പം ഗൗരിക്കും ഭാർഗവിക്കൊക്കെ ആകെ പേടിയാവുന്നുണ്ട്. സമയത്ത് മുരളി പറയുന്നുണ്ട്, നീ പറയാൻ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇനി മതി നിൻ്റെ നാടകം, നീ പോവാൻ നോക്കുന്നും പറഞ്ഞ് ഈ പ്രകാശിനോട് ഇറക്കി വിടാൻ തുടങ്ങുമ്പം പ്രകാശൻ പറയുന്നുണ്ട്, മുരളിക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യം തന്നെയല്ലേ, എന്തായാലും മുരളിയുടെ ദേഷ്യം ഒരു ദിവസം മാറും, അന്ന് മുരളി എന്നെ തേടി വരും, എന്തായാലും ഞാനിപ്പോൾ പോവാമെന്നും പറഞ്ഞ് പ്രകാശ് മേനോൻ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ശാരികേനെയും രാധികേനെയാണ്. ശാരികയുടെ അടുത്ത് രാധിക ചോദിക്കുന്നുണ്ട്, മോളെ ദേവിക ഇത് എവിടെ പോയതാന്ന് ചോദിക്കുമ്പം അതൊക്കെ ഉണ്ട് അമ്മേ, എന്തായാലും ചേച്ചി പോയിട്ട് വരട്ടെ, പോയി വന്നതിന് ശേഷം വിവരങ്ങളൊക്കെ പറയാം, ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു സർപ്രൈസ് പോകുമെന്ന് പറയുമ്പം രാധിക പറയുന്നുണ്ട്, നിങ്ങളുടെ ഒരു കാര്യം എന്നും പറഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയാണെങ്കിൽ ഈ ഇസബല്ലയുടെ വീട്ടിലോട്ട് വരാണ്. അങ്ങനെ കാർ അവിടെ ഒതുക്കി നിർത്തിയതും ഈ കാറിൽ ആരാ വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇസബല്ല വന്ന് നോക്കുമ്പോൾ ദേവികേനെയാണ് കാണുന്നത്. ദേവിക കണ്ടതും ഇസബല്ലയാണെങ്കിൽ ആകെ അത്ഭുതപ്പെടുന്നുണ്ട്, ഇവളെന്തിനായിരിക്കും ഇപ്പം ഇങ്ങോട്ട് വന്നത്, എന്നോട് ഇവൾക്ക് ഭയങ്കര വൈരാഗ്യമല്ലേ, പിന്നെ ഇവൾ പറഞ്ഞതിൻ്റെ കാര്യം എന്തായിരിക്കുമോ, ഇനി നന്ദൻ്റെ കാര്യം ചോദിക്കാൻ വന്നതായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇറങ്ങി വന്നിട്ട്, നീ എന്താ ഇവിടെ, നീ എന്തിനും ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ അതെന്താ വല്ല എനിക്കും ഇങ്ങോട്ട് വരാൻ പാടില്ലേ, ഒന്നുമില്ലെങ്കിലും നീയും ഞാനും ഒരുമിച്ച് പഠിച്ചതല്ലേ, ആ ഒരു ബന്ധം വെച്ച് വരാലോ എന്ന് പറയുമ്പോൾ അതല്ല ഞാൻ ചോദിച്ചു എന്നുള്ളൂ എന്ന് പറയണം. അന്നേരം ദേവിക പറയുന്നുണ്ട്, എൻ്റെ അനുജത്തിക്ക് ഒരാളുമായിട്ടൊരു പ്രണയമുണ്ട്, അത് നിനക്ക് അറിയാമായിരുന്നോ എന്ന് ചോദിക്കുമ്പം അതെങ്ങനെയാണ് ഞാൻ അറിയണേ, നിൻ്റെ അനുജത്തി ആരെങ്കിലും പ്രണയിക്കട്ടെ, അത് എൻ്റെ വിഷയമല്ലല്ലോ എന്ന് പറയുമ്പം അതെന്താ ഇസബല്ല നീ അങ്ങനെ പറയണത്, എൻ്റെ അനുജത്തി നിനക്കും സ്വന്തം അനുജത്തി പോലെയല്ലേ, എന്തായാലും എൻ്റെ അനുജത്തിക്ക് ഒരു പ്രണയമുണ്ട്, ആ പ്രണയം ഞങ്ങൾ അംഗീകരിച്ചു, അവരുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചേക്കണേ, വിവാഹം നടത്തണതിന് നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇസബല്ല ചോദിക്കുന്നുണ്ട്, നിൻ്റെ അനുജത്തിയുടെ വിവാഹം നടത്തണതിന് ഞാൻ എന്തിനാ എതിർക്കണേ, അതിനെനിക്ക് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട്, അല്ല നിനക്ക് എതിർപ്പുണ്ടാവും. സമയത്ത് ഇസബല്ല പറയുന്നുണ്ട്, നിനക്ക് വേറെ പണിയൊന്നുമില്ല ദേവിക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ച് എന്നെ ശല്യം ചെയ്യണേ എന്തിനാന്ന് ചോദിക്കുമ്പം ഇത് ആവശ്യമില്ലാത്ത കാര്യമൊന്നും അല്ല, ആളാരാന്ന് പറഞ്ഞാൽ നീ ശരിക്കും എതിർക്കും എന്ന് പറയുമ്പം ഇസബല്ല ചോദിക്കുന്നുണ്ട്, അതിന് നിൻ്റെ അനുജത്തി ആരെ പ്രണയിച്ചാൽ എനിക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം
അങ്ങനെ എൻ്റെ അനുജത്തി പ്രണയിക്കുന്നത് ആരെങ്കിലും ഒന്നും അല്ല, കെവിനെ പ്രണയിക്കണേന്നു. അത് കേട്ടതും ഇസബെല്ല ചോദിക്കുന്നുണ്ട്, എന്ത് കെവിനെയാണെന്നോ? നീ എന്താ വായി തോന്നിയതൊക്കെ പറയുകയാണോ, അതോ നന്ദനെ കാണാതായതോടുകൂടി നിന്റെ സമനില തെറ്റുമെന്ന്? അന്നേരം ദേവിക പറയുന്നുണ്ട്, എൻ്റെ സമനില തെറ്റിയിട്ടൊന്നുമില്ല, ഞാൻ നല്ല ബോധത്തോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. എൻ്റെ അനുജത്തി ശാരികയെ പ്രണയിക്കുന്നത് നിൻ്റെ സുഹൃത്ത് കെവിൻ തന്നെയാണ്. അതിനെന്താ തെളിവെന്ന് ചോദിക്കുമ്പം തെളിവൊക്കെ ഉണ്ട്, അത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് ഈ കെവിൻ ദേവികയുടെ വീട്ടിൽ ചെന്നതും ദേവികയും ശാരികയും അതുപോലെ ദേവികയുടെ അച്ഛനും അമ്മയും കെവിനായിട്ട് സംസാരിക്കുന്നതും കെവിൻ എല്ലാ കാര്യവും സമ്മതിക്കുന്നതുമായിട്ടുള്ള ആ ഒരു വീഡിയോ ഇസബെല്ലേനെ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ടതും ഇസബെല്ലയാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട്. എന്നിട്ട് ദേവിക ചോദിക്കുന്നുണ്ട്, നീയും കൂടി ചേർന്നുള്ള നാടകം അറിഞ്ഞോടി ഇതെന്ന് ചോദിക്കുമ്പം, അല്ല ദേവിക, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, അത് ഞാൻ വിശ്വസിക്കുകയും ചെയ്യും, കാരണം നിങ്ങൾ ഏത് നേരവും ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങൾക്കും നടക്കുന്നത്. എന്നിട്ട് കെവിൻ ഇങ്ങനെ ഒരു പ്രണയം ഉണ്ടെന്ന് നിന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം ഇസബെല്ല പറയുന്നുണ്ട്, ഞാൻ പറയണത് സത്യ ദേവിക, എനിക്കറിയില്ലായിരുന്നു അവനക്ക് ആരോ ആയിട്ടൊരു പ്രണയം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ പല പ്രാവശ്യം അവനോടത് ചോദിച്ചതാണ്, എന്നിട്ട് അവൻ എന്നോടൊന്നും തുറന്നു പറഞ്ഞില്ല. അത് ശാരികയാണെന്നും എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥ സുഹൃത്തുക്കളായിട്ടും ഈ കെവിൻ എന്തുകൊണ്ടാണ് ഇത് മറച്ചു വെച്ച്, അതിനെന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഇസബെല്ലയാണെങ്കിൽ ഇങ്ങനെ ആകെ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. സമയത്ത് ദേവിക വീണ്ടും ഇസബെല്ലയുടെ മനസ്സിൽ സംശയം വരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, ചിലപ്പോൾ ഇസബെല്ല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എതിർത്തെങ്കിലോ എന്ന് കരുതിയിട്ടായിരിക്കും കെവിൻ പറയാണ്ടിരുന്നത്. എന്തായാലും ഞങ്ങൾക്ക് ആദ്യം താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ ശാരിക നിർബന്ധമായിട്ട് കെവിനെ തന്നെ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് സമ്മതിച്ചു എന്നുള്ളൂ. ഇസബെല്ലയ്ക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിച്ചതും ഇസബെല്ല പറയുന്നുണ്ട്, എനിക്ക് എന്തിനാ എതിർപ്പ്, കെവിൻ ആരെ വേണമെങ്കിലും വിവാഹം കഴിച്ചോട്ടെ എന്ന്. ആ സമയം നമ്മളുടെ ഇസബെല്ലയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അപ്പോൾ കെവിൻ എന്നെ ചതിക്കാനുള്ള പുറപ്പാടാ, നന്ദൻ്റെ അനുജത്തിയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും നന്ദനോട് ചെയ്ത ചതി കെവിൻ അവരോട് തുറന്നു പറയും, അത് ഒരിക്കലും നടക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് കെവിനെ പൊക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ദേവികയാണെങ്കിൽ എന്നാൽ ഞാൻ പോട്ടെ ഇസബെല്ല എന്നും പറഞ്ഞുകൊണ്ട് കാറ് കയറിയോണ്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മുരളീനെയും ഭാർഗവീനെയും ഗൗരീനെയാണ്. ഭാർഗവിയും ഗൗരിയും ഈ മുരളിയോട് പറയുന്നുണ്ട്, ഇനി എന്ത് ചെയ്യും മുരളിയേട്ടൻ ദേവികയെ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ പ്രകാശ് പറഞ്ഞത് കേട്ടില്ലേ, ഇനി ദേവികേനെ ആയിരിക്കും ആളുകൾ തട്ടിക്കൊണ്ടു പോണേന്ന്. എന്തായാലും നന്ദനെ കൊണ്ടുപോയിട്ട് ഇതുവരെയും ഒരു വിവരമില്ല, അതിൻ്റെ കൂടെ ദേവികേനെയും കൂടി പിടിച്ചുകൊണ്ട് പോയാൽ നമ്മൾ എന്ത് ചെയ്യും, എത്രയും പെട്ടെന്ന് ദേവികേനോട് വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറയാമെന്ന് പറയുമ്പോൾ മുരളി പറയുന്നുണ്ട്, ദേവിക പല പ്ലാനുമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കണേ, എന്തായാലും ദേവികയുടെ പ്ലാനിൽ ഓരോരുത്തരായിട്ട് കുടുങ്ങും, ദേവിക ഉദ്ദേശിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും, അതിന് സപ്പോർട്ടായിട്ട് ഞങ്ങളെല്ലാവരും ദേവികയ്ക്ക് ചുറ്റുമുണ്ട്, അതുകൊണ്ട് ദേവികയെ ആരും പിടിച്ചുകൊണ്ട് പോകാനൊന്നും പോകണില്ല. അന്നേരം ഭാർഗവി പറയുന്നുണ്ട്, എന്നാലും അങ്ങനെയല്ലല്ലോ മുരളി, പ്രകാശ് പറഞ്ഞതുപോലെ എങ്ങാനും സംഭവിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ മുരളി പറയുന്നുണ്ട്, ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല, ദേവികയുടെ പ്ലാൻ അനുസരിച്ച് തന്നെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥനെയും പ്രഭാവതിനെയാണ്. പ്രഭാവതിയാണെങ്കിൽ സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട്, ദേവിക ഇസബെല്ലയെ കാണാൻ പോയിട്ട് വിളിച്ചോ സിദ്ധു എന്ന് ചോദിക്കുമ്പം, ഇല്ലല്ലോ, എന്തായാലും ഞാനൊന്ന് മോളെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥൻ ഫോൺ എടുത്ത് ദേവികയെ വിളിച്ചതും എന്താ അച്ഛാന്ന് ചോദിക്കണം. അന്നേരം മോള് പോയിട്ട് ഇസബെല്ലയെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഊവാച്ചാ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ എല്ലാം കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട്, ഇനി എന്തായാലും സത്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, അതുമാത്രമല്ല ഇതോടുകൂടി ഇസബെല്ലയും കെവിനും തമ്മിലുള്ള ആ സൗഹൃദവും തീരും, ഇനി അവർ മിക്കവാറും ശത്രുക്കളാവാനാ സാധ്യത. അന്നേരം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ, ഒരു പാളിച്ച പോലും സംഭവിക്കരുതെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, അതെനിക്ക് അറിയാലോ അച്ഛാ, എന്തായാലും ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വരാം, വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞ് ദേവിക ഫോൺ വയ്ക്കുന്നുണ്ട്. അങ്ങനെ സിദ്ധാർത്ഥനോട് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, ദേവിക എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം, ഇസബെല്ലേനെ കാണാൻ പോയിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഇതോടുകൂടി ഇസബെല്ലയും കെവിനും തമ്മിൽ തെറ്റും, അത് നമുക്ക് അനുകൂലമായിട്ട് തന്നെ വരും, ഇസബെല്ലയും കെവിനും ശത്രുതയായി കഴിഞ്ഞാൽ എങ്ങനെയും കെവിനെ ഇല്ലാതാക്കാനേ ഇസബെല്ല നോക്കോളൂ. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, അത് സിദ്ധു പറഞ്ഞത് നേരാ, ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും ഇസബെല്ല മടിക്കില്ല, ഇപ്പം തന്നെ കെവിൻ ഇത്രയും വലിയൊരു രഹസ്യം മറച്ചു വെച്ചു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസബെല്ലയ്ക്ക് സ്വാഭാവികമായിട്ടും കെവിനോടുള്ള വിശ്വാസം പോവും, പിന്നെ കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരും. അന്നേരം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അത് തന്നെയാണ് ദേവികയും ശാരികയും ഉദ്ദേശിക്കണേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബെല്ലയാണെങ്കിൽ കെവിന് ഫോൺ വിളിക്കുകയാണ്. ഈ സമയത്ത് കെവിനാണെങ്കിൽ ഫോൺ എടുക്കണില്ല. ആ സമയം ഇസബെല്ലയ്ക്ക് വീണ്ടും സംശയമാവുന്നുണ്ട്, ഇവൻ എന്താ ഫോൺ എടുക്കാത്ത, ഇവൻ ഇനി എന്നെ മനഃപൂർവ്വം ചതിക്കുവാണോ, ഇവൻ ദേവികയുടെയും ശാരികയുടെയും കൂടെ ചേർന്ന് സത്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവും, അതുമാത്രമല്ല പാപ്പൻ്റെ ജോലിയും പോവും, അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് അവനെ വീട്ടിൽ പോയി കാണണമെന്നും പറഞ്ഞ് ഈ ഇസബെല്ലയാണെങ്കിൽ കാർ കൊടുത്ത് കെവിൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. പോണ വഴിക്ക് ഈ DYSP ഇസബെല്ലയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അന്നേരം എന്താ പാപ്പനെന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പം, നീ എവിടെയാ, നിന്നെ വീട്ടിൽ വന്നപ്പോൾ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞതും ഞാൻ കെവിനെ അന്വേഷിച്ച് പോകുക എന്ന് പറയണം. അന്നേരം
ഇപ്പം എന്തിനാ കെവിനെ അന്വേഷിച്ച് പോണേന്ന് ചോദിക്കുമ്പം ഈ ഇസബല്ലയാണെങ്കിൽ ഇന്ന് ദേവിക വന്ന കാര്യം പറയുന്നുണ്ട്. ആ സമയത്ത് DYSP ചോദിക്കുന്നുണ്ട്, ദേവികയോ അവൾ എന്തിനാ നിന്നെ കാണാൻ വന്നതെന്ന് ചോദിക്കുമ്പോൾ ദേവിക വന്നതും ദേവിക പറഞ്ഞതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ DYSP കുരുവിളയോട് ഇസബല്ല പറയാണ്. അത് കേട്ട് കഴിഞ്ഞതും കുരുവിളയാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട്. എന്നിട്ട് വിശ്വാസമാവാതെ ഇസബല്ലയോട് ചോദിക്കുന്നുണ്ട്, ബെല്ല നീ പറയണതെല്ലാം സത്യമാണോ? കെവിനും ദേവികയുടെ അനിയത്തിയായിട്ട് പ്രണയത്തിലാണോ എന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും അറിയില്ല പാപ്പ, ഇന്ന് ദേവിക വന്ന് പറഞ്ഞതാ. ദേവിക വന്ന് പറഞ്ഞെന്നും പറഞ്ഞ് നമുക്കത് വിശ്വസിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം ദേവിക തെളിവ് സഹിത എന്നോട് അത് പറഞ്ഞത്. ഇന്നലെ കെവിൻ അവിടെ ചെന്നതും അവരുമായിട്ട് സംസാരിച്ചതും എല്ലാം ദേവിക റെക്കോർഡ് ചെയ്ത് തന്നെ കാണിച്ചു തന്നു. ആ സമയത്ത് കുരുവിള പറയുന്നുണ്ട്, എന്നാൽ ഇത് കെവിൻ്റെ ചതിയായിരിക്കുമ്പല്ല, അവനെ നീ സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ അവനെ ഞാൻ സൂക്ഷിക്കുകയല്ല പാപ്പ ചെയ്യാൻ പോണേ, അവനെ ഞാൻ തീർത്ത് കളയാനാണ് പോണേ. എന്നെ ചതിച്ചിട്ട് അവൻ അങ്ങനെ സുഖമായിട്ട് ജീവിക്കാമെന്ന് വിചാരിക്കണ്ടെന്ന്. അന്നേരം കുരുവിള പറയുന്നുണ്ട്, വേണ്ട ബെല്ല, എടുത്തു ചാടി ഒന്നിനും പോകണ്ട. ഇപ്പം തന്നെ നമ്മൾ ആകെ പ്രശ്നത്തിലാണ് നിൽക്കണേ. ഇനി കെവിനുമായിട്ട് ഒരു പ്രശ്നത്തിന് പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അവസ്ഥ കൂടുതൽ മോശമാവും. ഇപ്പം തന്നെ എൻ്റെ തൊപ്പി എപ്പോൾ വേണമെങ്കിലും തെറിക്കാവുന്നുള്ള അവസ്ഥയിലാണ്. അതുകൊണ്ട് എനിക്ക് നിന്നെ സഹായിക്കാനും പറ്റില്ല, ആലോചിച്ച് വേണം മുന്നോട്ട് നീങ്ങാൻ. അന്നേരം ഇസബല്ല പറയുന്നുണ്ട്, ഞാൻ എന്തായാലും കെവിനുമായിട്ട് വഴക്കുണ്ടാക്കാനൊന്നും പോണില്ല, അവനെ ചെന്നൊന്ന് കണ്ട് സംസാരിക്കണം, എന്നിട്ട് ഞാൻ പാപ്പനെ വിളിക്കാമെന്നും പറഞ്ഞ് ഇസബല്ല ഫോൺ വെക്കുന്നുണ്ട്. ബെല്ല ഫോൺ വെച്ചതും ഈ കുരുവിള ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവണത്, ഇനി ഇതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കെവിൻ്റെ വീട്ടിലേക്ക് ഇസബല്ല ചെല്ലുന്ന സമയത്ത് കെവിനാണെങ്കിൽ വീട്ടിൽ തന്നെയുണ്ട്. ബെല്ല ചെന്നതും, നീ എന്താടാ കെവിനെ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നേന്ന് ചോദിക്കുമ്പോൾ നീ എപ്പോഴാണ് വിളിച്ചേ, ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞതും ഇസബല്ല ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഫോൺ എവിടെയാന്ന്. ആ സമയത്ത് കെവിൻ ഫോൺ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഫോൺ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അന്നേരം ബെല്ല ചോദിക്കുന്നുണ്ട്, ഇതിനകത്ത് മിസ് കോൾ വന്നത് നീ കണ്ടില്ലേന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല എന്നും പറഞ്ഞ് കെവിൻ വലിയ താല്പര്യമൊന്നുമില്ലാത്ത രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഇസബല്ലയ്ക്ക് കാര്യങ്ങൾ ഏകദേശമൊക്കെ പിടികിട്ടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികേനെയും ശാരികേനെയാണ്. ശാരിക ദേവികയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി പോയി ഇസബല്ലയോട് കാര്യങ്ങൾ പറഞ്ഞപ്പം ഇസബല്ലയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുമ്പം ഇസബല്ല ആകെ ഷോക്കായി പോയി ശാരി. കാരണം ഇസബല്ലയ്ക്ക് ഇതിനെക്കുറിച്ചൊരു സൂചന പോലും കെവിൻ കൊടുത്തിട്ടില്ല. കെവിൻ ഇത്രയും നാളും അത് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴും ഇസബല്ലയ്ക്ക് അറിയില്ല കെവിന് നിന്നെ പരിചയമുണ്ടെന്ന് പോലും. അന്നേരം ശാരിക പറയുന്നുണ്ട്, അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കൂലേ എന്ന് ചോദിക്കുമ്പം പിന്നില്ലാതെ ഈ കാര്യത്തിൽ ഇസബല്ലയും കെവിനുമായിട്ട് തെറ്റും. അപ്പം പിന്നെ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച വഴിക്ക് തന്നെ വരും. ഇനി അധികം വൈകാതെ നമുക്ക് നന്ദുവിനെ കണ്ടെത്താനും പറ്റും. ഇസബല്ലയും കെവിനുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ എല്ലാ പ്രശ്നങ്ങളും അവരെയും കൊണ്ട് തന്നെ ഞാൻ പരിഹരിക്കുമെന്ന്. ആ സമയത്ത് ശാരിക പറയുന്നുണ്ട്, അപ്പോൾ ചേച്ചി ആ DYSPനെ വെറുതെ വിടാനാണോ തീരുമാനിച്ചേക്കണേന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ അടുത്തേര ആ DYSP കുരുവിള, അയാളെ ഞാൻ വെറുതെ വിടാനും ഉദ്ദേശിച്ചിട്ടില്ല എന്ന്. അത് കേട്ടതും ശാരികയാണെങ്കിൽ ഇങ്ങനെ സന്തോഷത്തോടുകൂടി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.